ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനോട് പൂർണ്ണമായും വിയോജിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ വർഷം എറണാകുളത്ത് നിന്ന് കുറച്ച് പേര് കെ വേളുവിൻ്റെ ബൗദ്ധിക സംഭാവനകൾ എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കുകയുണ്ടായി. ഒരു രീതിയിലും അതിനോട് ഞാൻ സഹകരിക്കില്ല എന്ന് പറയുകയും അവരതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. പിന്നീട് തൃശ്ശൂരിൽ നിന്നും കുറച്ച് സുഹൃത്തുക്കൾ ഏറെക്കുറെ ഇതേപോലെ തന്നെയുള്ള ഒരു പരിപാടി നമുക്കെടുപ്പിക്കണം എന്ന് പറഞ്ഞു വരികയുണ്ടായി. അവരോടും ഞാൻ അതേ മറുപടി കൊടുത്തു. എൻ്റെ നിലപാട് ഇതാണ്. എന്നെ കെ വേണുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അങ്ങനെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്താനുള്ള ആ രീതിയിലുള്ള ഒരു വ്യക്തിയല്ല ഞാനെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അങ്ങനെ അതിനുള്ളൊരു പ്രസക്തി ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഞാൻ എഴുതിയിട്ടുണ്ട്, പല കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, പലരും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതുപോലെ തന്നെയുള്ള അല്ലാതെ എടുത്തു പറയത്തക്ക എന്തെങ്കിലും സംഭാവന എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഇത്തവണ ഇത് സംഘടിപ്പിക്കാൻ എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശശി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് സാഹിത്യ അക്കാദമി മാർച്ച് 22 ബുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, പല ദിവസം ശ്രമിച്ചിട്ട് സാഹിത്യ അക്കാദമി കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഞാനപ്പോൾ ഇതുപോലെ തന്നെ നിഷേധിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു. ഞാനത് നിഷേധിക്കാൻ ആണ് തുടങ്ങുന്നതെന്ന് അപ്പോൾ ഞാൻ മറ്റേ ചികിത്സയിലായിരുന്ന മണിയുടെ അടുത്താണ് ഞാൻ ഇരുന്നിരുന്നത്. അപ്പോൾ മണിക്ക് മനസ്സിലായി. അപ്പോൾ മാർച്ച് 22 എന്നുള്ള തീയതി കേട്ടു. ആ തീയതി ആണ് മണിയെ സ്വാധീനിച്ചത്. കാരണം ഞങ്ങളുടെ നേരത്തെ സജീവം പറഞ്ഞതുപോലെ ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. എല്ലാ മാർച്ച് 22 അത് കൃത്യമായി ഓർമ്മിച്ചിരുന്ന് അന്ന് എന്തെങ്കിലും ഒരു സമ്മാനം, സെറ്റുമുണ്ടോ സാരിയോ എന്തെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് മണിക്ക് നിർബന്ധമായിരുന്നു. ഞാൻ പൊതുവിലത് ചെയ്യാറുമുണ്ട്. 1-2 തവണ അത് ഞാൻ പല ഇതിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് മറന്നുപോയ സന്ദർഭങ്ങളുണ്ടായി. ആ സമയത്ത് മണി ഭയങ്കരമായിട്ട് ക്ഷുഭിതയാവുകയുണ്ട്. ഇപ്പോൾ ഇത് സംഭവിച്ചത് ഈ മാർച്ച് 22 കേട്ടതോടുകൂടി മണിക്ക് മനസ്സിലായി സംഭവം. അപ്പോൾ മണി ഉടനെ പറഞ്ഞത്, എടൂ താനത് നിഷേധിക്കണ്ട എന്നാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ, എടൂ നമ്മുടെ അവസാനത്തെ വാർഷികമായിരിക്കും. അങ്ങനെയാണ് ഇത് ഇപ്പോൾ സംഘടിപ്പിക്കപ്പെടാനും ഞാനിതിൽ വന്ന് പെടാനും ഇടയായത്. അതൊട്ടും സന്തോഷത്തോടുകൂടി ചെയ്യുന്ന കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയൊരു പരിപാടി, ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട രീതിയിലുള്ള എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനെന്ന് വിശ്വസിക്കുന്നേ ഇല്ല. എഴുതിയിട്ടുണ്ട് ഞാൻ കുറേ, തീർച്ചയായിട്ടും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരാളെ പ്രത്യേകിച്ച് മാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും സംഭാവനകൾ അയാളുടെ ഭാഗത്തുണ്ടാകേണ്ടതുണ്ട്. അതില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ നിങ്ങളൊക്കെ ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ ആ ബോധ്യത്തെ ഞാൻ മാറ്റാനും പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി നടക്കാനിടയായ ഇങ്ങനെ ഒരു പശ്ചാത്തലം ഒന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാനിപ്പോൾ ശ്രമിച്ചത്. ഇനി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. വേണ്ടോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇപ്പോൾ യൂറോപ്പിലായാലും ഒക്കെ അതിൻ്റെ ഈറ്റിലങ്ങളിൽ ഒക്കെ തന്നെ അത് തകർന്നുപോയി, എല്ലായിടത്തും തകർന്നുപോയി. ഇപ്പോൾ ബാക്കിയുണ്ടെന്ന് പറയുന്ന ക്യൂബയിൽ ഒരു യാത്രികനായി പോയ ഇടതുപക്ഷ സഹയാത്രികനായ ഒരു യാത്രികൻ ക്യൂബയിൽ പോയി വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, വടക്കൻ കേരളത്തിൽ
ഒരു തരത്തിലുള്ള വെളിച്ചവും, ഒരുപാട് അർത്ഥത്തിലാണ് വെളിച്ചം പറയുന്നത്, ഒരു തരത്തിലുള്ള വെളിച്ചവും എത്താത്ത പാർട്ടി ഗ്രാമത്തേക്കാൾ അതീവ ദൈന്യമാണ് യഥാർത്ഥത്തിൽ ഈ ക്യൂബ. ഇത് ഇവിടെ വന്ന് ഞാൻ ഇത് എഴുതിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഈ ട്രാവലോഗിൽ എഴുതിയില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ DYFIക്കാർ വന്നിട്ട് എൻ്റെ വീട് അടിച്ച് തകർക്കും എന്നതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. ഞാൻ അവിടെ മുഴുവൻ യാത്ര ചെയ്തു, അതീവ ദൈന്യസ്ഥിതി. വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, ഫിഡൽ കാസ്ട്രോന് നമ്മുടെ ഈ പറയുന്ന ഗ്രേറ്റ്നെസ് ഒന്നും ഇല്ല എന്ന് അദ്ദേഹം പറയും. അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞത്, ഈ ഇംഗ്ലീഷ് പഠിച്ചാൽ അതിലൂടെ പിന്നെ അധിനിവേശം വരും, അതുകൊണ്ട് ഇംഗ്ലീഷൊന്നും പഠിക്കേണ്ട, സ്പാനിഷ് മതി എന്ന് വരെ ആ ക്യൂബക്കാരെ ആ ചങ്ങായി പഠിപ്പിച്ചുകൊണ്ട് ഈ ക്യൂബക്കാർക്ക് ഈ രാജ്യത്തിന് പുറത്തേക്കൊന്ന് വളരാൻ പോലും സാധിക്കാതെ പോയി എന്ന തരത്തിലൊക്കെ ആദ്യം ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ക്യൂബ നിൽക്കട്ടെ, ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഒരു ജനതയെ ഈ പ്രത്യയശാസ്ത്രം ആകർഷിക്കാനും അതിൻ്റെ കൂടെ നിൽക്കാനുമുള്ള കാരണം എന്തായിരുന്നു എന്ന് എപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ഉത്തരം കിട്ടിയില്ല. വേണേട്ടനെ പോലുള്ള ഒരാൾക്ക് അതിന് ഉത്തരം തരാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്യൂബയിലും ചൈനയിലും ഒക്കെ തന്നെ സുരേന്ദ്രൻ ചോദിച്ചതുപോലെ ഒരു ജനങ്ങൾ ആകർഷിച്ചു. ഇപ്പം ചൈനയിലത്തെ കാര്യം, ക്യൂബയിൽ നമുക്കറിയാവുന്നതാണ്, അത് മൊത്തം ജനങ്ങൾ സൃഷ്ടിച്ചൊരു വിപ്ലവമല്ല, അത് ഒരു ചെറിയ ഒരു തീവ്രവാദ ഗ്രൂപ്പ് പോലെ ഉള്ള ഒരു ചെറിയ സംഘം, കാസ്ട്രോയുടെയും ഗുവേരയുടെ ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു സംഘം അന്നത്തെ അവിടുത്തെ പട്ടാള ഭരണത്തിനെതിരായിട്ട് നടത്തിയ ഒരു അട്ടിമറി മാത്രമായിരുന്നു ക്യൂബയിലുണ്ടായിരുന്നത്. അതിനൊരു വിപ്ലവമൊന്നും പറയാൻ പറ്റില്ല ശരിക്ക്. ഒരു സായുധ സംഘം സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വരുന്നു. പിന്നീട് അവർ സോവിയറ്റ് യൂണിയനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക അമേരിക്കയ്ക്കെതിരെ എന്ന രീതിയിൽ സോവിയറ്റ് യൂണിയൻ ക്യൂബയെ സഹായിക്കാൻ തയ്യാറായി. അങ്ങനെ സോവിയറ്റ് യൂണിയനും ക്യൂബയും തമ്മിലുള്ള ഒരു ദീർഘകാല ബന്ധം വന്നു. അങ്ങനെ ആണ് പതുക്കെയാണ് അവർ ഈ എന്താ പറയുക, ഒരു കമ്മ്യൂണിസ്റ്റ് ക്യൂബ എന്നൊക്കെ രീതിയിൽ വരുന്നത്. കമ്മ്യൂണിസ്റ്റ് ക്യൂബ ആയിട്ടില്ല, അവരാരും ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുമില്ല. അത് കാസ്ട്രോ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. എങ്കിലും പൊതുവിൽ തീർച്ചയായിട്ടും അവർ ഈ സോവിയറ്റ് സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യലിസത്തിൻ്റേതായ സാമ്പത്തിക പരിപാടികൾ സ്വീകരിക്കുകയും അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് ക്യൂബ എന്ന രൂപം വരികയാണ് ചെയ്യും. പക്ഷേ പിൽക്കാലത്ത് ഇപ്പോൾ കാസ്ട്രോയ്ക്കൊക്കെ ശേഷമുള്ള കാലത്ത് ഇപ്പോൾ ഏറെക്കുറെ മുതലാളിത്തവൽക്കരണം ഏറെക്കുറെ പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അമേരിക്കൻ മാർക്കറ്റൊക്കെ തന്നെ ഇപ്പോൾ ക്യൂബയെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. ചൈനയുടെയൊക്കെ കാര്യത്തിൽ നമുക്കറിയാവുന്ന പോലെ അത് ജനങ്ങൾ അങ്ങനെ പിന്തുണച്ചുണ്ടാക്കിയൊരു സാധനമൊന്നുമല്ല. മാവോ സേതുങ്ങിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു ശരിക്കും സൈന്യമാണത്. ജനയുദ്ധം, ഇപ്പോൾ മാവോയുടെ നേതൃത്വത്തിൽ നടന്ന ജനയുദ്ധം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രദേശത്ത് നിന്നും തുടങ്ങി പതുക്കെ ഓരോ പ്രദേശങ്ങൾ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത് ഇങ്ങനെ മുന്നേറുകയാണ് ചെയ്തത്. അങ്ങനെ ചിയാങ് കൈഷക്കിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തുന്ന തലത്തിലേക്ക് ചൈനീസ് ജനകീയ സേന, ഇവരുടെ മാവോ കൂടി ഉണ്ടാക്കിയ ജനകീയ സേന വളരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയുണ്ടായി. തീർച്ചയായിട്ടും ഓരോ പ്രദേശത്തെയും ജനങ്ങളെ സ്വാധീനിക്കാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഓരോ പ്രദേശത്തും അവർ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് അതാത് പ്രദേശത്തെ ജന്മിമാർ, നാടുവാഴികൾ തുടങ്ങിയിട്ടുള്ളവർക്കെതിരെ കർഷകരെ സംഘടിപ്പിക്കാനും കർഷകർക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള പദ്ധതികൾ ഓരോ പ്രദേശത്തും അവർ മോചിപ്പിക്കുന്ന പ്രദേശത്തൊക്കെ നടപ്പിലാക്കാൻ തുടങ്ങി. അത് അടുത്ത പ്രദേശത്തുള്ളവരെ ആകർഷിക്കാൻ തുടങ്ങി. അങ്ങനെ തീർച്ചയായിട്ടും ഫ്യൂഡലിസത്തിനും ജന്മിത്വത്തിനൊക്കെ എതിരായിട്ടുള്ള ഒരു സമരവും അതോടൊപ്പം തന്നെ സൈന്യത്തിൻ്റെ മുന്നേറ്റവും എന്നുള്ള ഒരു രീതിയിലാണ് ചൈനയിലെ ജനകീയ യുദ്ധം വിജയിക്കുന്നത്. അതിൻ്റെ ഒരു 1/3 ഭാഗമൊക്കെ മോചിപ്പിക്കുന്നതോടുകൂടിയാണ് ചിയാങ് കൈഷക്ക് ഏറെക്കുറെ പരാജിതനാകുകയും മൊത്തം ചൈനീസ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, സുരേന്ദ്രൻ ചോദിച്ച പോലെ ജനങ്ങളങ്ങ് വല്ലാതെ പിന്തുണച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നുള്ളതല്ല. ഓരോ പ്രദേശവും പിടിച്ചെടുത്ത് ഒരു സൈനിക നടപടിയിലൂടെ, അതേസമയം തന്നെ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രായോഗിക പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ജന്മിത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള നടപടി, ജന്മിമാർക്കെതിരായ നടപടി, അതുപോലെ കർഷകർക്ക് അനുകൂലമായ, കർഷകർക്ക് സ്വതന്ത്രമായിട്ട് ഭൂമി കിട്ടുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവരുടെ പിന്തുണ കിട്ടുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ചൈന മാറി വരുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഒരു ജനകീയ മുന്നേറ്റം അല്ലെങ്കിൽ ജനകീയ പിന്തുണ എന്ന രീതിയിൽ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ്.
ചോദ്യത്തിനുള്ള ഉത്തരം കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ചോദിച്ചത് ഒരു സമയത്ത് ഒരു ജനതയ്ക്കോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ കമ്മ്യൂണിസത്തിനോട് എങ്ങനെ ഒരു പ്രീണനം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ആഭിമുഖ്യം വന്നു എന്നുള്ളതാണ് എനിക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത്. അതാ അങ്ങനെ ഒരു ചോദ്യമായിട്ട് അതിന് എന്തെങ്കിലും വിശദീകരണം നൽകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊതുവിലൊരു സമൂഹം എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ പ്രയോഗത്തിലതുണ്ടായത്. ഇപ്പോൾ ക്യൂബ, ചൈന തുടങ്ങിയുള്ള രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റായി മാറി എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഉണ്ട്, ഞാൻ ചോദിച്ചതല്ല. ഇപ്പോൾ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന രീതിയിൽ ക്യൂബ അങ്ങനെ അറിയപ്പെടുന്നുണ്ട് അല്ലേ, ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്നുള്ള രീതിയിലൊക്കെ. കാരണം അവിടെ രണ്ടിടത്തും ഈ പറയുന്ന പോലെ പാർലമെൻ്ററി ആയിട്ടുള്ള ജനാധിപത്യമോ ഡെമോക്രസിയോ ഒന്നും ഇല്ലല്ലോ. ആ രീതിയിൽ ബാക്കി നിൽക്കുന്ന ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇത് തിരസ്കൃതമായല്ലോ, എല്ലായിടത്തു നിന്നും പോയല്ലോ. കുറേയധികം രാജ്യങ്ങളുണ്ടായില്ല. ഇപ്പോൾ വിയറ്റ്നാം, ഹോച്ചിമിൻ ഉണ്ടായിരുന്നു. യൂറോപ്പിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ടായി. ഞാൻ പറയുന്നു അവിടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഒരു ജനതയ്ക്ക് ആ പ്രത്യയശാസ്ത്രത്തോട് ഒരു ആഭിമുഖ്യം തോന്നാനുണ്ടായ കാരണം എന്താ? ഞാൻ ചൈനയുടെ ക്യൂബയുടെ മാത്രമല്ല, ഇവിടെയൊക്കെ എന്തായിരുന്നു ജനത നിന്നല്ലോ, കുറേ ജനങ്ങൾ നിന്നല്ലോ. എന്തായിരുന്നു ആ ഒരു പോസിറ്റീവായിട്ടുള്ള സൈഡ് എന്തായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. വല്ല ഉണ്ടായിരുന്നു? അതോ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ മിലിറ്ററി കൊണ്ട് ഭയപ്പെടുത്തി നിർത്തുകയായിരുന്നു? ഇപ്പം നേരത്തെ ഇവിടെ പറയുമ്പോൾ കരുണാകരനൊക്കെ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഗോപിനാഥനൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു നൊസ്റ്റാളജി അവിടെ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ അല്ലേ. പലതരത്തിലുള്ള ഒരു സൊസൈറ്റിയിൽ വലിയ തോതിലുള്ള ഡെമോക്രസി മുന്നേറാതിരിക്കാനുള്ളൊരു പ്രതിസന്ധിയായി കുറേയധികം എഴുത്തുകാർ, മുഴുവൻ പേടിച്ചിട്ടാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല, കുറേ എഴുത്തുകാർ ഇതിൻ്റെ കൂടെ ഒരു നൊസ്റ്റാളജിയെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. പ്രശാന്തനെ പോലുള്ള ആളുകൾ ഒരു സന്ദേഹി പോലും ആവാതെ നിൽക്കുന്നുണ്ടല്ലോ. അതേപോലെ എല്ലായിടത്തും ഇവിടെയൊക്കെ കുറേ ഉണ്ട്. അതൊക്കെ എന്താണ് അതിൻ്റെ എന്ത് പോസിറ്റീവ് സൈഡാണ് ഇത് കണ്ടത് എന്ന് ഞാൻ ചോദിക്കും. എന്തായിരിക്കും അത് കണ്ടിട്ടുണ്ടാവുക? കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള പൊതുവായി ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പോസിറ്റീവ് തലമുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്വത്തില്ലായ്മ ചെയ്യുക, ആ രീതിയിൽ സ്വകാര്യ സ്വത്തിലൂടെ ജന്മിമാരും മുതലാളിമാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂഷണം ഇല്ലാതാക്കുക, അങ്ങനെ മുഴുവൻ സമൂഹത്തിനും ഏറെക്കുറെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് സോഷ്യലിസം നൽകുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ആകർഷണീയമായ ഒരു ആശയം തന്നെയാണ്. എങ്ങനെയാണ് അത് ആകർഷണീയമല്ലാതാകുന്നത്? അതിത്ര എങ്ങനെ ആകർഷിച്ചു എന്ന് ചോദിക്കാൻ കഴിയുന്ന രീതിയിൽ എനിക്ക് ആ ചോദ്യത്തിൻ്റെ അർത്ഥമാണ് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം. കാരണം ആകർഷണീയമാണത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെയൊക്കെ ചരിത്രം വളരെ വിശദമായി പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളതാണ്. ഏറ്റവും പ്രധാന കാര്യം അത് ഈ സോഷ്യലിസത്തിൽ സംഭവിക്കുന്നത് സമ്പത്ത് മുഴുവനും തന്നെ പൊതുവൽക്കരിക്കുന്നു, അതായത് പൊതുസമ്പത്താക്കി മാറ്റുന്നു. അവിടെ സംഭവിക്കുന്നത് സമ്പത്തിൻ്റെ കേന്ദ്രീകരണമാണ്, പൊതുവൽക്കരണമല്ല. പൊതുവൽക്കരണം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒന്ന് എന്ന രീതിയിലാണ് അത് മനസ്സിലാക്കപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരിക്കലും പൊതുവൽക്കരണമല്ല, കേന്ദ്രീകരണമാണ്. കേന്ദ്രീകരിക്കപ്പെടുന്ന സമ്പത്ത്, ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ മുഴുവൻ സമ്പത്തും പൂർണ്ണമായും കേന്ദ്രീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തലപ്പത്തുള്ള പാർട്ടിയുടെ നേതാവിൻ്റെ കയ്യിലാണ്. ഗോർബച്ചോവ് അധികാരത്തിലുള്ള സമയത്തൊരു തവണ അമേരിക്കയിലേക്ക് റീഗനെ കാണാൻ വേണ്ടിയുള്ളൊരു ഇതിന് പോകുന്ന സമയത്ത് പ്ലെയിനിലുണ്ടായിരുന്ന പത്രപ്രവർത്തകരോട് തമാശ രൂപത്തിൽ ഗോർബച്ചോവ് പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു: ലോകത്തിലെ ഏറ്റവും അധികം അധികാരം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന രീതി പറയുന്നത്. റീഗനെ ആയിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് പറയേണ്ടി വന്നത്. കാരണം റീഗൻ അമേരിക്കയിലെ കോർപ്പറേറ്റുകളുടെ ഒരു പ്രതിനിധി മാത്രമാണ്, കോർപ്പറേറ്റുകളുടെ ഒരു മാനേജർ മാത്രമാണ്. പ്രതിനിധി എന്ന് പറയാൻ പറ്റില്ല, മാനേജർ മാത്രമാണ്. സോവിയറ്റ് യൂണിയനിൽ അതല്ല. സോവിയറ്റ് യൂണിയനിലെ മുഴുവൻ സമ്പത്തിൻ്റെയും യഥാർത്ഥ അധികാരി ഗോർബച്ചോവ് തന്നെയാണ്. അല്ല, അതിനപ്പുറത്ത് വേറെ ആരുമില്ല. അത് അപ്പോൾ അങ്ങനത്തെ ഒരു ഘടനയാണ് അവിടെ രൂപപ്പെടുന്നത്. ഒരു സോഷ്യലിസ്റ്റ് രാജ്യത്തിൽ സംഭവിക്കുന്നത് സമ്പത്ത് മുഴുവൻ തന്നെ കേന്ദ്രീകരിക്കപ്പെട്ട് ഒരൊറ്റ ഇതായി ഒരു എന്താ പറയുക, കേന്ദ്രീകൃത പ്രതിഭാസമായി മാറുന്നത്. അതിൻ്റെ മുകളിൽ സാധാരണ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണമോ സ്വാധീനമോ ഇല്ലാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സോഷ്യലിസ്റ്റ് പരിപാടികളിലൂടെ, അതായത് സ്വകാര്യ സ്വത്തില്ലാതാക്കി കുറേ നല്ല വിദ്യാഭ്യാസത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ ഒക്കെ മേഖലകളിൽ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെ എല്ലാ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലും കുറേ നല്ല കാര്യങ്ങൾ അവർ ചെയ്യുകയുണ്ടായി, ജനങ്ങളെ ആകർഷിക്കുകയും ചെയ്യുകയുണ്ടായി.
ഒരു പരിധിവരെ അതൊക്കെ ശരിയുള്ളതായാലും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ കഴിയുന്നതിലൂടെ ജനങ്ങളെ തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നു. എന്നാൽ സമ്പത്തിൻ്റെ കേന്ദ്രീകരണം കൃത്യമായും ഒരു അധികാര കേന്ദ്രീകരണത്തിലേക്കാണ് മാറുന്നത്. അല്ല, അപ്പോൾ വീണ്ടും സന്ദേഹം വരുന്നു, വീണ്ടും സംശയമായി. അപ്പോൾ ഈ കമ്മ്യൂണിസത്തിൻ്റെ ചില പോസിറ്റീവ് അംശങ്ങളുണ്ട്, ഗുണകരമായ ചില അംശങ്ങളുണ്ട് എന്ന് വേണേട്ടൻ സമ്മതിക്കുമ്പോൾ അപ്പോൾ ഇപ്പോഴും ആ സിദ്ധാന്തത്തിന് പ്രസക്തി ഉണ്ട് എന്നല്ലേ ഇത് കാണിക്കുന്നത്, അല്ലേ? അങ്ങനെയാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് സിദ്ധാന്തത്തിന് തന്നെ ഇപ്പോൾ പ്രസക്തി ഇല്ല എന്ന വാദം ഉയർത്തി വരാൻ കാരണം എന്താ എന്നാണ് ചോദിക്കും. അതിന് പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവൊക്കെ മാറ്റിയിട്ടാൽ വീണ്ടും അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം എടുത്തുകൊണ്ട് വീണ്ടും അതിൻ്റെ ഒരു പ്രയോഗ സാധ്യതകൾ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ പ്രായോഗിക തലത്തിലുണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ ഉള്ളപ്പോൾ തന്നെ അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ അധികാരവും കേന്ദ്രീകരിക്കപ്പെടുകയും ഒരു രീതിയിലുള്ള എന്താ പറയുക പൊളിച്ചെഴുത്തതിൻ്റെ ഉള്ളിൽ സാധ്യമാകാതെ വരികയും ചെയ്യുന്നതിൻ്റെ മുന്നിൽ മറ്റ് രീതിയിലുള്ള പോസിറ്റീവ് വശങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല, അതുകൊണ്ടൊരു പ്രയോജനമില്ല എന്നുള്ളതാണ് വിഷയം. അപ്പോൾ അധികാര കേന്ദ്രീകരണം നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ ഫാസിസമായി മാറുന്നു എന്നുള്ള അതിഭീകരമായൊരു രാഷ്ട്രീയ അവസ്ഥയാണ് ഈ എല്ലാ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും നല്ല അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ നോർത്ത് കൊറിയ നിൽക്കുന്നത്. ചൈനയിലാണെങ്കിൽ വേറെ ചില മാറ്റങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് പ്രാദേശിക തലത്തിലൊക്കെ തന്നെ ഒരു തരത്തിലുള്ള ജനാധിപത്യമൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു പഞ്ചായത്ത് താലൂക്ക് തലങ്ങളിലൊക്കെ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ചെറിയ സംഘടനകൾ രൂപീകരിക്കാം, ചെറിയ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാം. ഇങ്ങനെയൊക്കെയുള്ളൊരു ലിബറൽ രീതിയിലുള്ളൊരു ഘടന ചൈനയിൽ പതുക്കെ പൊന്തി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ജനങ്ങളെ ഒരു പരിധിവരെയൊക്കെ സംതൃപ്തരാക്കി നിർത്താൻ കഴിയുന്ന രീതിയിലുള്ളൊരു ആധുനിക സംവിധാനമാണ്. അതായത് ഏറ്റവും തലപ്പത്ത് വളരെ ടെക്നോക്രാറ്റുകളുടേതായ ഒരു അധികാര കേന്ദ്രീകരണവും താഴെ ഒരു ചെറിയ രീതിയിലുള്ള പ്രാഥമിക ജനാധിപത്യവും എന്നുള്ള ഒരു എന്താ പറയുക ഒരു സമ്മിശ്ര രാഷ്ട്രീയ ഘടനയിലേക്കാണ് ഇപ്പോൾ ചൈനയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ക്യൂബയും ഏറെക്കുറെ അങ്ങനൊരു പരിവർത്തനത്തിലൂടെയാണ് ഏറെക്കുറെ പൂർണ്ണമായ ഒരു മുതലാളിത്തവൽക്കരണത്തേക്ക് പോയത്. അങ്ങനെ ഒട്ടും മാറാതെ നിൽക്കുന്നത് നോർത്ത് കൊറിയ മാത്രമാണ്. അവിടെ ഇപ്പോഴും ഒരു കുടുംബാധിപത്യം മാത്രം നിൽക്കുന്നു. ഒരു ചോദ്യം കൂടിയല്ലേ, ഇപ്പോൾ ഈ സമ്പത്തിൻ്റെ കേന്ദ്രീകരണം എന്നൊക്കെ പറഞ്ഞത് അത് പാർട്ടിയുടെ ഘടനാപരമായ പ്രശ്നം കൊണ്ട് സംഭവിച്ചതാണോ അതോ ഇതൊരു ജനിതക തകരാറാണോ എന്നാണ് ഞാൻ ലാസ്റ്റ് ചോദിക്കുന്നത്. ഇതൊരു ജനിതക തകരാറ് തന്നെയാണോ, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ജനിതക തകരാറാണോ എന്നാണ് എൻ്റെ ചോദ്യം. ജനിതക തകരാറല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റിക്കൂടെ എന്ന ഒരു മറു ചോദ്യം ഉണ്ടാകുമല്ലോ. ജനിതക തകരാറ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ ഞാൻ പറയുന്നത് അല്ല, പ്രത്യയശാസ്ത്രത്തിൻ്റെ തന്നെ കുഴപ്പം എന്നുള്ള അർത്ഥത്തിലേ നമ്മൾ പറയുമല്ലോ. നമ്മൾ പറയുമ്പോൾ ചില വ്യക്തികൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഈ ചില ചികിത്സകളെ പറ്റി പറയുമ്പോൾ പറയും ചിലത് നമുക്ക് ഇപ്പോൾ വൈറൽ ഡിസീസ് ആണെങ്കിൽ മറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാം. നേരെ മറിച്ച് ബൈ ബർത്ത് തന്നെ ജനിതകമായ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിലവിൽ അത് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ചില ജനിതക രോഗങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ. അത് അങ്ങനെ അതിൻ്റെ ആ ഇൻബോണായിട്ട് തന്നെയാണോ അത് വരുന്നത്, അതോ കേവലം ഈ പ്രയോഗത്തിൽ വന്ന മാത്രം കുഴപ്പമാണോ എന്നാ? കേവലത്തിൽ വന്ന കുഴപ്പം മാത്രമാണ് എങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം വീണ്ടും പ്രസക്തമായി നിൽക്കുന്നു എന്നൊരു കാര്യം കൂടി നമ്മൾ അംഗീകരിക്കേണ്ടി വരില്ലേ? സോഷ്യലിസത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന നിലപാട് തന്നെ സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അത് മാർക്സിൽ നിന്ന് തുടങ്ങി ലെനിനിലൂടെയും മാവോയിലൂടെയും എല്ലാം തന്നെ വികസിച്ച് വന്ന അടിസ്ഥാന തത്വം അതാണ്. സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുക. സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ് സംഭവിക്കുന്നത്. അതായത് സമ്പത്ത് മുഴുവനും തന്നെ കേന്ദ്രീകരിക്കപ്പെടുന്നു. സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള സിദ്ധാന്തം മാർക്സിസത്തിൻ്റേതാണ്. അതാണ് ജനിതകം എന്ന് പറയാമെന്ന് വേണമെങ്കിൽ. അത് തന്നെയാണ്, സംശയമില്ല. പക്ഷേ അതിൻ്റെ പ്രായോഗിക രൂപം വരുമ്പോൾ സമ്പത്തിൻ്റെ മുഴുവൻ കേന്ദ്രീകരണമായിട്ട് അത് മാറുന്നു. അവിടെ പാർട്ടി, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടന അതിനനുരൂപമായി മാറുകയും ചെയ്തു. ഈ സമ്പത്തിൻ്റെ കേന്ദ്രീകരണത്തിന് അനുസൃതമാണ് പാർട്ടിയുടെ കേന്ദ്രീകരണം. നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യത്തെയും ഹിന്ദുത്വ സമഗ്രാധിപത്യത്തെയും കുറിച്ച് വേണുചേട്ടനെ പോലെ ചിന്തിച്ച മറ്റൊരു ദാർശനികൻ ഒ വിജയനായിരുന്നല്ലോ. അപ്പം മാർക്സിസത്തിൻ്റെ വിളുമ്പിൽ അധികാരത്തിൻ്റെ അശ്ലീലതയും പിന്നെ ഫാസിസത്തിൻ്റെ നവനാമ്പുകളും കീർക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് വിജയൻ്റെ. അപ്പോൾ ഇത് രണ്ടിനോട് എതിർത്ത് നിന്ന ഒരാളാണ്. അത് സാന്ദർഭികമായിട്ട് ഓർമ്മിച്ചെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ ഈ സുരേന്ദ്രേട്ടൻ ചോദിച്ച ചോദ്യം മറ്റൊരു രീതിയിൽ ഞാനും ഒന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മാർക്സിസം എന്ന് പറയുന്നത് നവീകരണത്തിന് സാധ്യമായ ഒരു പദ്ധതിയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. മാർക്സിസം ഏതെങ്കിലും തരത്തിൽ നവീകരണക്ഷമമായ ഒരു പദ്ധതിയാണോ എന്നതാണ് ഒരു ചോദ്യം. ഒരുപക്ഷെ ഈ ചോദ്യം തന്നെയാവും സുരേന്ദ്രേട്ടനും അവസാനം ചോദിച്ചത്. രണ്ടാമതൊരു ചോദ്യം, ഇന്നിപ്പോൾ കേരളത്തിലെ ഈ സമഗ്രാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അതിനേക്കാൾ അതിഭീകരമായ ഒരു വലിയ പ്രശ്നം നമ്മൾ ദേശീയ തലത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെ നേരിടാൻ നമുക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ? അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശുഭപ്രതീക്ഷ വേണുവേട്ടൻ വെച്ച് പുലർത്തുന്നുണ്ടോ? ഇങ്ങനെ രണ്ട് ചെറിയ ചോദ്യങ്ങൾ. ഈ മാർക്സിയൻ പ്രത്യയശാസ്ത്രം പരിഷ്കരിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. അത് ഇനി അതിൻ്റെ ഘടനയിലൊന്നും തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ അടിസ്ഥാന ഘടന തന്നെ തകരാറ് പിടിച്ചതാണ്. അതുകൊണ്ട് അതിനെ ഒരു ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ആശയമായിട്ടാണ് അത് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും മാർക്സ് ഒരു വലിയ ജനാധിപത്യവാദിയായിരുന്നു. വ്യക്തിപരമായിട്ട് അതൊക്കെ ചിന്തിക്കുന്നതായിരിക്കാം. പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രത്തിൻ്റെ രാഷ്ട്രീയ ഘടന ഒട്ടും തന്നെ ജനാധിപത്യപരമല്ല. ജനാധിപത്യപരമായിട്ട് അത് നിലനിൽക്കാനും കഴിയില്ല. പലരും എന്നോട് ചോദിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപാന്തരണങ്ങൾ, അതിൻ്റെ പരിഷ്കരണങ്ങളുടെ അതിൻ്റെ പല പ്രായോഗിക സാധ്യതകളെക്കുറിച്ചൊക്കെ പലരും പല രീതിയിൽ എന്നോട് ചോദിക്കാറുണ്ട്, ഈ കത്തിലൂടെ അല്ലാതെയൊക്കെ തന്നെ. അപ്പോഴൊക്കെ ഞാൻ മറുപടി പറയാറുള്ളത് കമ്മ്യൂണിസത്തിന് ഒരിക്കലും തന്നെ ജനാധിപത്യവൽക്കരിക്കാനാവില്ല. അഥവാ ജനാധിപത്യവൽക്കരിച്ചാൽ പിന്നെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അത് ജനാധിപത്യ പാർട്ടിയായി മാറുന്നു എന്നുള്ള സ്ഥിതി വരുന്നു. അപ്പോൾ മാർക്സിസത്തിന് ആ രീതിയിലുള്ളൊരു പരിഷ്കരണം സാധ്യമല്ല എന്നാണ് എൻ്റെ നിലപാട്. പിന്നെ അടുത്ത ചോദ്യം എന്തായിരുന്നു? ഇന്ത്യൻ സാരും തീർച്ചയായിട്ടും വളരെ അപകടകരമായ ഒരവസ്ഥ തന്നെയാണ് ഇന്ത്യയിലെ ഹിന്ദു ഫാസിസം ഇങ്ങനെ അധികാരം കൈയടക്കി കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പലപ്പോഴും ഇത്തരം ചർച്ചകൾ ചൂണ്ടിക്കാണിക്കാറുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് ഇതിന് മറികടക്കണം എന്നുള്ളതല്ലാതെ കൃത്യമായൊരു വഴി നമ്മുടെ മുന്നിലില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എനിക്ക് പലപ്പോഴും എൻ്റെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു ഇത് ഇന്ത്യയുടെ പഴയകാല സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെയൊക്കെ ചരിത്രമൊക്കെയാണ്. അതിൽ ഞാൻ പലപ്പോഴും ആദ്യകാലത്തൊക്കെ ഗാന്ധിയെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നീട് ഞാൻ ഇതൊക്കെ ഈ കമ്മ്യൂണിസത്തൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഗാന്ധിയെക്കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 1920 മുതൽ ഉള്ള ഗാന്ധിജിയുടെ, പ്രത്യേകിച്ച് 20 തിലകൻ മരിച്ചതിന് ശേഷം മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷമുള്ള കാലഘട്ടം. അപ്പോൾ അന്ന് ഗാന്ധി മുന്നോട്ട് വെച്ചൊരു സമീപനം ഉണ്ടായിരുന്നു. താനൊരു സനാതന ഹിന്ദു ആണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഹിന്ദു സിഖ് മുസ്ലിം സാഹോദര്യമായിരിക്കും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിസ്ഥാന ഒരു ഘടന, അതിൻ്റെ ഒരു മതസൗഹാർദ്ദ രാഷ്ട്രീയം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം ഒരിക്കലും മതേതരത്വം എന്നുള്ള വാക്ക് ഗാന്ധി ഉപയോഗിക്കാറില്ല. പക്ഷേ അത് നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം വളരെയധികം വിജയിക്കുകയുണ്ടായി. ഗ്രാമാന്തരങ്ങളിലേക്ക് വരെ ഈശ്വര അള്ളാ തേരെ നാം പോലെയൊക്കെയുള്ള പ്രാർത്ഥനാ ഗാനങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിൻ്റേതായ ഒരു അന്തരീക്ഷം, തീർച്ചയായിട്ടും ഇന്ത്യയിൽ മതസൗഹാർദ്ദം നേരത്തെ നിലനിന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും മതസൗഹാർദ്ദത്തിൻ്റേതായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഗാന്ധി വഹിച്ച പങ്ക് ചെറുതല്ല, വളരെ വലുതാണ്. ശരിക്കും ഇന്നത്തെ ഇന്ത്യയുടെ മതേതര ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ അടിത്തറ ആ കാലഘട്ടത്തിൽ 20 മുതൽ 48 ഇതേ കാരണം കൊണ്ട് തന്നെ കൊല്ലപ്പെടാനിടയായ 48 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മതസൗഹാർദ്ദ ഇന്ത്യയുടെ പശ്ചാത്തലമാണ് ഇപ്പോഴും ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന ഒരു അടിത്തറ ഇവിടെയുണ്ട് എന്നുള്ള ഒരു ചിന്തയ്ക്ക് എന്നെ പ്രേരിപ്പിക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതൊരു ആഗ്രഹം മാത്രമായിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഒരു കൃത്യമായൊരു രാഷ്ട്രീയ ഉത്തരമായിട്ട് നമ്മുടെ മുന്നിൽ അതില്ല എന്ന് തന്നെയാണ്. കാരണം കൃത്യമായ ഉത്തരവില്ല. ശരിക്ക് ഇവിടുത്തെ ജനാധിപത്യ പാർട്ടികളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് അവർക്ക് ഇങ്ങനെ മൊത്തം നയിച്ചുകൊണ്ട് മോദിക്ക് ബദലായി നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു ദൗർബല്യമായി നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ പതനവും അതിനൊരു വലിയൊരു നേതാവ്, ശരിക്ക് അഖിലേന്ത്യാ തലത്തിൽ അങ്ങനത്തെ ഒരു വലിയ നേതാവിൻ്റെ ആവശ്യമുണ്ട്. അത് ഇല്ല എന്നുള്ള അവസ്ഥ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വലിയൊരു ഭീഷണി തന്നെയാണ്. നമുക്കതിൻ്റെ വേറെ ചെറിയ
എന്താ പറയുക പോംവഴികളോ അല്ലെങ്കിൽ ചെറിയ മറുമരുന്നുകളൊന്നും തന്നെ നമ്മുടെ മുന്നിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇപ്പോൾ ഏറെക്കുറെ ഇതേ മറുപടിയിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടിയത് ചോദ്യം തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ വേറൊന്ന്, ഇപ്പോൾ ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ അവസ്ഥയിൽ ഏറെക്കുറെ വളരെ വിഭജിക്കപ്പെട്ടൊരു ഇത് വന്നിട്ടുണ്ട്. നോർത്ത് ബ്ലോക്കും സൗത്ത് ബ്ലോക്കും എന്നുള്ള രീതിയിൽ ഉത്തരേന്ത്യയും സൗത്ത് ഇന്ത്യയും രണ്ട് തരം രാഷ്ട്രീയം അത് പ്രകടിപ്പിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ ജനാധിപത്യ ബോധം, കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായാലും പ്രാദേശിക ഭാഷാബോധം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി. ഉത്തരേന്ത്യയിലൊരു ഹിന്ദി മേധാവിത്വം, അത് ബ്രാഹ്മണിക്കായിട്ടുള്ള ഐഡിയോളജിയിൽ നിന്ന് RSS കൊണ്ടുവരുന്ന ബ്രാഹ്മണിക് ഹിന്ദി മേധാവിത്വം. ഇതിന് പഴയ 80കളിൽ ഈ CRC CPIM-ലൊക്കെ ഉയർത്തിയിരുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ദേശീയ വിമോചനമൊക്കെ ആയിട്ട് വേറൊരു രീതിയിൽ ഇന്നത്തെ അവസ്ഥയിൽ ഫെഡറലിസത്തിന് വേണ്ടിയിട്ട് റീവിസിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇന്ത്യയിലെ ഭാഷാ ദേശീയതകളുടെ ഈ പറഞ്ഞ ഹിന്ദി ബെൽറ്റ് എന്ന് പറയാവുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ശക്തിയുള്ളത് ഹിന്ദി ബെൽറ്റ് എന്നൊക്കെ പറയാവുന്നൊരു മേഖലയാണ്. അതിപ്പോൾ മുഴുവൻ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്നതിനെ പൂർണ്ണമായിട്ട് വായിക്കാൻ കഴിയില്ല. കാരണം ദക്ഷിണേന്ത്യയും പൂർവേന്ത്യയും വേറെയാണ്. അതായത് ബംഗാൾ ഉൾപ്പെടെ ഒറീസ, ബംഗാൾ, പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെ ഈ ഹിന്ദി ബെൽറ്റിൽ പെടുന്നതല്ല. അവിടെയൊക്കെ തന്നെ ഈ വ്യത്യസ്തതകളുണ്ട്. ആ രീതിയിലുള്ള ഒരു ഭാഷാ വൈവിധ്യത്തിലൂടെയുള്ള ഒരു എന്താ പറയുക, ഈ ഹിന്ദി ബെൽറ്റിൻ്റെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും മേധാവിത്വത്തെ ചേർത്ത് നിൽക്കുന്ന വലിയൊരു മേഖല തന്നെ ഇന്ത്യയിലുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ അതിനെയൊക്കെ അവിടുത്തെ ഈ സാധ്യതകളെ ഇന്ത്യയെ പോലുള്ള ഒരു വലിയ ഒരു രാജ്യത്തിൽ അതൊരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മോദിയുടെയൊക്കെ ഭാഗത്ത് അത്തരം ഒരു രാഷ്ട്രീയ കേന്ദ്രീകരണം ഉള്ള നിലയ്ക്ക് ഈ എന്താ പറയുക വിവിധ ഭാഷാ സമൂഹങ്ങൾ എന്ന നിലയ്ക്കെങ്കിലും അതിനെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയവൽക്കരണം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കേന്ദ്രീകരണം ആവശ്യമുണ്ട്. അതിവിടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയൊരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായി അത് ഹിന്ദി വിരുദ്ധ മേഖലകൾ എന്ന രീതിയിൽ ഒന്നിക്കുമെന്ന് തോന്നുന്നില്ല. സർ, കൊല്ലത്തും കോങ്ങാട്ടും കിളിമാനൂരും നാഗരൂരുമൊക്കെ 70കളിൽ നടന്ന അന്നത്തെ ആ വലിയ നക്സൽ മുന്നേറ്റങ്ങളും അതിന് നേതൃത്വം കൊടുത്ത ഫിലിപ്പം പ്രസാദ് അങ്ങനെ തുടങ്ങിയുള്ള അജിദേവ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അന്ന് ഏറ്റെടുത്ത ആ പ്രവർത്തനങ്ങളിൽ അതിനെ വീക്ഷിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തായിരുന്നു, അതിൻ്റെ ദോഷങ്ങൾ എന്തായിരുന്നു, അത് ഈ സമൂഹത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള താങ്കളുടെ കാഴ്ചപ്പാടുകൾ ഇപ്പോൾ നോക്കി കാണുന്നതിന് അല്ലെങ്കിൽ കേൾക്കുന്നതിന് താല്പര്യമുണ്ട്. ആ രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞ ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ ഈ പറഞ്ഞ നക്സലൈറ്റ് രാഷ്ട്രീയം പോലുള്ള ഒരു രാഷ്ട്രീയം ഇന്ത്യയെ പോലുള്ള ഒരു പാർലമെൻ്ററി ജനാധിപത്യം വേരുറച്ച ഒരു സമൂഹത്തിന് ചേരുന്നതല്ല എന്ന് തന്നെയാണ്. അങ്ങനത്തെ ഒരു തീവ്രവാദപരമായ ഒരു രാഷ്ട്രീയം പകരം വെച്ചുകൊണ്ട് ഈ ജനാധിപത്യത്തെ മറികടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യൻ സമൂഹത്തിന് ചേരുന്നതായിരുന്നില്ല. മാത്രമല്ല ഇതുപോലുള്ളൊരു ജനാധിപത്യ സമൂഹത്തിൽ അതുകൊണ്ട് പ്രയോജനമില്ല, അതിന് നിലനിൽക്കാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് അത് തകർന്നു പോയതും. ഇപ്പോൾ തന്നെ പിൽക്കാലത്ത് ഇപ്പോൾ മാവോയിസ്റ്റുകൾ മറ്റേ ആന്ധ്രയിലും കുറച്ച് പ്രദേശങ്ങളിലൊക്കെ മാവോയിസ്റ്റുകളെന്ന് പറഞ്ഞൊരു വിഭാഗം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കേണ്ടയിടത്ത് പക്ഷെ അവരും പിന്നോട്ടടിച്ച് പോവുകയുണ്ടാവുന്നത്. കാരണം മൊത്തം ജനങ്ങളെ അണിനിരത്താൻ കഴിയുന്ന രീതിയിൽ വ്യത്യസ്ത ഭാഷാ സമൂഹങ്ങളെയൊക്കെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഘടന അതിനില്ല. അത് മൊത്തം ഏറെക്കുറെ അപ്രസക്തമായ ഒന്നായി അത് മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള തീർച്ചയായിട്ടും അന്ന് ആ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ താൽക്കാലികമായ ചില ഇതുകളൊക്കെ തന്നെ, അതായത് ഇപ്പോൾ ജന്മിമാർ, ചൂഷകർ, മർദ്ദകർ തുടങ്ങിയൊക്കെയുള്ള ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന വിഭാഗങ്ങളുടെ ഇടയിൽ ഒരു ഭീതി ജനിപ്പിക്കാനൊക്കെ ആ പ്രസ്ഥാനത്തിനൊന്ന് കഴിഞ്ഞു എന്ന് പറയാറുണ്ട്. ശരിയാണ് ഒരു പരിധിവരെ. പക്ഷേ അത് ഒരു രാഷ്ട്രീയമായ ഉത്തരമല്ല. അതുകൊണ്ടാണ് അതിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ചെറിയ നേട്ടങ്ങളൊക്കെ അത് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കി എന്നുള്ളത് ശരി തന്നെയാണ്. പലരും അത് ചൂണ്ടിക്കാണിക്കാറുമുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് രാഷ്ട്രീയ പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ കാണുന്നത്. സർ,
കേരളത്തിലായാലും ദേശീയ തലത്തിലായാലും അധികാരത്തിൻ്റെ എന്താ പറയുക, അധികാര കേന്ദ്രീകരണത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നത് താൽക്കാലികമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കേരളത്തിലാണോ? കേരളത്തിലും ദേശീയ തലത്തിലും അത് താൽക്കാലികമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനോട് സാറ് യോജിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ താൽക്കാലികമാണത്. ഇപ്പം അഖിലേന്ത്യാ തലത്തിലുള്ള കേരളത്തിലത് ഇപ്പോൾ തീർച്ചയായിട്ടും മാറി മാറി വരുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്, നമുക്കറിയാവുന്നതാണ്. അഖിലേന്ത്യാ തലത്തിലുള്ളതാണ് കുറച്ച് ഭീഷണമായിട്ട് നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഏറെക്കുറെ 100 വർഷത്തെ ചരിത്രമുള്ള ഹിന്ദുത്വവാദത്തിൻ്റെ വലിയൊരു വിജയമാണത്. 100 കൊല്ലമായി RSS രൂപീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ 100 കൊല്ലമായപ്പോഴേക്കും അവർ ഏറെക്കുറെ ലക്ഷ്യം നേടുന്നതിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ആസൂത്രിതമായ പദ്ധതികളാണ് RSS കഴിഞ്ഞ 100 വർഷമായി ഇന്ത്യയിൽ പ്രയോഗിച്ചു കൊണ്ടുവന്നത്. അത് പടിപടിയായി അവർ വിജയിപ്പിക്കുകയും ഈ തലത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അത് എളുപ്പത്തിൽ അതിൽ നിന്ന് രക്ഷ നേടുക സാധ്യമാണ് എന്ന് കരുതുന്നില്ല. അപ്പോൾ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഇന്ത്യയുടെ ഈ വൈവിധ്യം, ഈ ഭാഷാപരവും സാംസ്കാരികവും മറ്റൊക്കെ ആയിട്ടുള്ള ഈ വൈവിധ്യം ഇത്തരം ഒരു ഏകീകൃത ശക്തികൾക്ക് വലിയൊരു ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ ജനാധിപത്യ ശക്തികളുടെ ഒരു സംഘടിത മുന്നേറ്റങ്ങൾ ഇനി സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ അഖിലേന്ത്യാ തലത്തിലുള്ള ആധിപത്യവും താൽക്കാലികമാകാം. പക്ഷെ അത് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അത്തരൊരു സാധ്യത നമുക്ക് ചൂണ്ടിക്കാണിക്കാനേ കഴിയുള്ളൂ. വേണുവേട്ടൻ നേരത്തെ ഈ പ്രതീക്ഷയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് ഒരു ദേശീയ നേതാവിൻ്റെ കുറവുണ്ട്, അത്തരത്തിലുള്ളൊരു ദേശീയ നേതാവില്ല. ഈ ദക്ഷിണേന്ത്യയും പൂർവേന്ത്യയും ഒക്കെ ഹിന്ദി ബെൽറ്റിന് വിരുദ്ധമാണെങ്കിൽ പോലും അതിനെയൊക്കെ ഏകീകരിപ്പിച്ച് നിർത്താൻ ഒരു ദേശീയ നേതാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോൺഗ്രസ്സിൽ ഉള്ള രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു വലിയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ തവണ കേരളത്തിലൂടെ നടത്തിയ ഭാരത് ജോഡോ യാത്രയ്ക്കൊക്കെ ശേഷം അതുവരെ ഉണ്ടായിരുന്ന ഒരു രാഹുൽ ഗാന്ധി അല്ല, അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ്സുകാരല്ലാത്ത ആളുകൾക്കും വലിയൊരു പ്രതീക്ഷ നൽകുന്ന രാഹുൽ ഗാന്ധി വളർന്നു, ഒരു ദേശീയ നേതാവായി മാറുന്നു. പ്രത്യേകിച്ച് ഈ മോദിയുടെ വയലൻസിനെ സ്നേഹം കൊണ്ട് കീഴടക്കുന്ന ഒരാളായി ഒരു നേതാവായി മാറുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് കരയുകയും ചിരിക്കുകയും ചെയ്യാത്ത നേതാവ് ഭീകരമാണ് എന്ന്. ഇദ്ദേഹം കരയുകയും ചിരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം വേണുവേട്ടൻ അങ്ങനെ ഈ രാഹുൽ ഗാന്ധിയിൽ ഒരു പ്രതീക്ഷ തോന്നുന്നില്ലേ? രാഹുൽ ഗാന്ധി നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് ആ അർത്ഥത്തിൽ ആളെ ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാവാകാനുള്ള ഒരു കരുത്ത് കാണിക്കുന്നില്ല രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് എന്നെ വിഷമിപ്പിക്കുന്നൊരു കാര്യം കൂടിയാണത്. കാരണം രാഹുൽ ഗാന്ധി അങ്ങനെ വലിയൊരു ശക്തനായ നേതാവായി ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇപ്പോൾ മോദിക്ക് പകരം വയ്ക്കാൻ വേറൊരാളെ ഉയർത്തിക്കൊണ്ടുവരിക എളുപ്പമെന്നുള്ള കാര്യമല്ല. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായിട്ടും പഴയ കുടുംബ പശ്ചാത്തലവും മറ്റു പശ്ചാത്തലങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പലതുകൊണ്ട് ഈ ചില എന്താ പറയുക, നമ്മുടെ പ്രത്യേകിച്ച് ഈ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയക്കളി നടത്താനുള്ള മെയ്വഴക്കം എന്ന് പറയും. ആ മെയ്വഴക്കം രാഹുൽ ഗാന്ധിക്ക് അല്പം കുറവാണ്. ഒട്ടുമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നല്ല സത്യസന്ധനായ ഏറെക്കുറെ നിഷ്കളങ്കനായൊരു മനുഷ്യനാണ്, സംശയമൊന്നുമില്ല. നല്ല ആൾ നേതൃത്വത്തിൽ വരികയാണെങ്കിൽ രാജ്യത്തിനത് ഗുണം തന്നെ ചെയ്യുള്ളൂ. പക്ഷേ ഈ രാഷ്ട്രീയ കളികളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവിൻ്റെ മെയ്വഴക്കം അദ്ദേഹത്തിന് കുറവാണ്. അത്ര ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പഠിച്ചു വരുന്നുണ്ട്, അദ്ദേഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി അങ്ങനെ മുന്നോട്ട് വരണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണുവേട്ടൻ ഇതിനെക്കുറിച്ച്, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. നല്ല നേതാവാണ്, നല്ല വ്യക്തിയാണ്, വരേണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞു. അതേസമയം മോദിക്ക് ബദലാവുന്നില്ല, ആ നിലയിൽ ശക്തനാവുന്നില്ല എന്നുള്ളത് ഒരു പരിമിതിയായിട്ടും ചൂണ്ടിക്കാണിച്ചു. യഥാർത്ഥത്തിൽ മോദിക്ക് ബദൽ എന്ന നിലയിൽ മറ്റൊരു മോദിയെയാണോ ഒരു ജനാധിപത്യ ഇന്ത്യ മുന്നോട്ട് വയ്ക്കേണ്ടത്?
അതോ മോദി എന്തിനൊക്കെയാണോ പ്രതിനിധീകരിക്കുന്നത് അതിൻ്റെ ഒരു പക്ഷേ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു തരം നേതൃത്വത്തെയാണോ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്? ഇന്ത്യ അത്തരത്തിലുള്ള നേതൃത്വമാണോ ആഗ്രഹിക്കുന്നത്, അർഹിക്കുന്നത്? അപ്പോൾ രാഹുൽ ഗാന്ധി പോരാ, അല്ലെങ്കിൽ വേണ്ട, എമർജ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സ്പെസിഫിക്കായിട്ട് ഏത് തരം രാഹുൽ ഗാന്ധിയാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പം മെയ് വഴക്കമില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് അഡീഷണലായിട്ട് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജനങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരുപക്ഷെ മനുഷ്യ സമൂഹത്തിൻ്റെ ഇതുവരെയുള്ള ജനാധിപത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ ഒരു പ്രോഗ്രാമിൽ അണിനിരത്തിയിട്ടുണ്ടെങ്കിൽ അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തിയ ഭാരത് ജോഡോ യാത്രയാണ്. ഇത്രയധികം മനുഷ്യർ നേരിട്ട് ഏതെങ്കിലും മൂവ്മെൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ടോ അറിയില്ല. അപ്പോൾ മാവോയുടെ ലോങ് മാർച്ചിൻ്റെയൊക്കെ കൂടുതൽ ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു എക്സസൈസ് നടത്തി അതിനുശേഷം അതോടുകൂടി തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം വരെ അദ്ദേഹം മണിപ്പൂരിൽ നിന്ന് ബോംബെയിൽ വരെ വീണ്ടും അടുത്ത 6500 കിലോമീറ്റർ മറ്റൊരു തരത്തിൽ ജനങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട്, അന്നത്തെ വിമർശനം അങ്ങനെയായിരുന്നു, ഉത്തർപ്രദേശിൽ വേണ്ട രീതിയിൽ സമയം ചെലവഴിച്ചില്ല, ഗുജറാത്തിലേക്ക് പോയില്ല എന്നൊക്കെയായിരുന്നു അന്നത്തെ വിമർശനം. ഇന്ന് ആ പ്രദേശങ്ങളെ കൂടി ഇളക്കി മറിച്ചുകൊണ്ട് ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നു. ആ മുന്നേറ്റത്തിലൊക്കെ ഞാൻ ഈ നേരത്തെ അവിടെ പറഞ്ഞ പോലെ ഒരു പുതിയ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയല്ലാതെ മറ്റെന്താണ് രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് പറയാം. രാഹുൽ ഗാന്ധി എന്താകണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഇപ്പം മോദിക്ക് പകരം മോദിയെപ്പോലെ ഒരാൾ എന്നുള്ളതല്ല, മോദിയെപ്പോലെ കരുത്തനായ ആൾ വേണം. അതാണ് പ്രശ്നം. കരുത്തൻ എന്ന് പറഞ്ഞത് ഞാൻ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ഒരാളെന്ന രീതിയിലല്ല, മൊത്തം ജനങ്ങളുടെ മുന്നിൽ ഒരു നേതാവായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഇത് വരാനുണ്ട്. ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ ആദ്യത്തെ യാത്ര, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യാത്ര, തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഇമേജിന് വലിയൊരു മാറ്റം ഉണ്ടാക്കി എന്നുള്ള സംശയമില്ല. മോദി തന്നെ രാഹുൽ ഗാന്ധിയെ ഭയപ്പെടാൻ തുടങ്ങി എന്ന് പറയാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. രണ്ടാമത്തെ യാത്രയ്ക്ക് അത്ര ഒരു ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെയും ഈ 2 യാത്രകളുണ്ട് രാഹുൽ ഗാന്ധി വലിയൊരു മുന്നേറ്റം നടത്തി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ സൂചിപ്പിക്കുന്നത് ഈ നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അനവധി രാഷ്ട്രീയ പാർട്ടികൾ, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന ഇതുപോലുള്ളൊരു രാജ്യത്ത് എന്താ പറയുക, മോദി ഒരു വശത്ത് നിൽക്കുമ്പോൾ മോദിയെപ്പോലെ അല്ല, പക്ഷേ മോദിയെപ്പോലെ വേറൊരു രീതിയിൽ കരുത്തുള്ള, ജനാധിപത്യത്തിൻ്റെ പക്ഷത്താണെന്നുണ്ടെങ്കിലും അങ്ങനെ പൊതുവിൽ അംഗീകാരം നേടാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത്. രാഹുൽ ഗാന്ധി ആ രീതിയിലേക്ക് വളർന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആദ്യം കരുതിയിരുന്ന പോലെ ആദ്യം വളരെ മോശമായ രീതിയിൽ രാഹുൽ ഗാന്ധിയെ ചിത്രീകരിക്കാനൊക്കെ ഒരു ബോധപൂർവ്വം ശ്രമിച്ചിരുന്നു, വളരെ മോശമായ ഇതൊക്കെ നടത്തിക്കൊണ്ട്. അതിൽ നിന്നെല്ലാം മാറി വളരെയധികം മുന്നോട്ട് വന്നു എന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും മൊത്തം ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയിൽ ജനാധിപത്യ ശക്തികളെ മുഴുവൻ തന്നെ ഏകീകരിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വമായിട്ട് രാഹുൽ ഗാന്ധി മാറിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്തിയാൽ കഴിയുന്ന കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കോൺഗ്രസ്സിന് തന്നെ എപ്പോഴും ആ നിലപാടില്ല എന്നാണ്, ആ ഒരു വിലയിരുത്തലില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഉണ്ടായി വരണം എന്നുള്ളതല്ല, രാഹുൽ ഗാന്ധി ആണിപ്പോൾ ഈ വശത്തുള്ള ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ കൂടുതൽ കരുത്തനാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ എല്ലാവരോടും കൂടിയുള്ള ഒരു സംഗതി കൂടിയാണ് ഈ പറയുന്നത്. ഉണ്ണേട്ടൻ ശാസ്ത്രം നന്നായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ആളാണ്, ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയിലും കൂടി ഉണ്ടായിട്ട്. പൊതുവായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊതുവായ ഒരു കാര്യം, ഈ വോട്ടിംഗ് മെഷീനിലുള്ള കൃത്രിമത്വം കൊണ്ടാണ് ഇവർ വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്ന പ്രബലമായ വാദം സാം പിട്രോഡ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇത് കഴമ്പുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പ്രതിരോധങ്ങൾക്ക് പിന്നെ എന്താണ് പ്രസക്തി ഉണ്ടാക്കുക എന്ന ഒരു ചോദ്യമുണ്ട്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ഇങ്ങനെ തന്നെ ആണെങ്കിൽ സാം പിട്രോഡയൊക്കെ അങ്ങനെ വിശ്വസിക്കുന്ന പോലെ തന്നെ ആണെങ്കിൽ പിന്നെ എന്താണ് ഈ പ്രതിരോധങ്ങൾക്കുള്ള സാധ്യത, എന്താണ് പിന്നെ എന്താ പ്രസക്തിയാണ് ഉണ്ടാക്കുക എന്ന് ഉള്ള ഒരു കാര്യം കൂടി ചർച്ച ചെയ്യപ്പെടാം. വോട്ടിംഗ് മെഷീൻ വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്, എന്നെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തുന്നത്. കാരണം ശരിക്കത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറേയൊക്കെ മുൻകൈ എടുക്കാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ആ മെഷീൻ്റെ കാര്യത്തിലൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും തട്ടിപ്പ് നടക്കുന്നുണ്ടോ, അപകടം എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള സൂക്ഷ്മ പരിശോധന നടത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും. അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്.
പക്ഷെ അങ്ങനെയുള്ളൊരു തയ്യാറെടുപ്പ് ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന കാര്യം. പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെ ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. കാരണം എന്തെങ്കിലും തകരാറുകളുണ്ടോ എന്നുള്ളത്, ഇപ്പോൾ കുറച്ച് പേര് വോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും മെഷീന് തകരാറുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട്. അത് വളരെ സൂക്ഷ്മമായി തന്നെ ഓരോ പോളിംഗ് ബൂത്തിലും അതിനുള്ള സംവിധാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ഇത് ആവശ്യമാണ്. എന്നെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. നമ്മുടെ സമയപരിമിതി മൂലം ചർച്ച അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംവദിച്ചു. ഈ പറയുന്നത് പോലെ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഒരു ഘട്ടത്തിലും ഒരു പരിവർത്തനത്തിന് വിധേയമാകുന്നില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ വളരെ കൃത്യമായി ഗാന്ധി മുന്നോട്ട് വെച്ച മതേതരത്വത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ അടിത്തറയുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും രാഹുൽ ഗാന്ധി മോഡിക്ക് ബദലാകാൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോടുള്ള എതിർപ്പ് കൂടെ പങ്കുവെക്കുകയാണ്. മോദിയെപ്പോലെ കരുത്തനാകാൻ എന്ന് പറയുകയാണ്. അപ്പോൾ മോഡിയുടെ കരുത്തെന്താണ് എന്നുള്ള മറുചോദ്യം വലിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ഒരു സാധ്യത കൂടെ ജനാധിപത്യത്തിൽ ഉണ്ടാവുകയാണ്. തീർച്ചയായും ഇതൊരു തുടക്കമാണ്. ശശികുമാരേട്ടൻ പറഞ്ഞതുപോലെ ഇതൊരു തുടക്കം മാത്രമാണ് ഇത്തരം ചർച്ചകളുടെ. കാരണം ഈ രാജ്യത്തെ ഡിസ്കോഴ്സുകളും ഡിസ്കഷനും സംവാദങ്ങളും പ്രതിവാദങ്ങളുമൊക്കെ ഇല്ലാതെ ഏകതാരൂപത്തിലേക്ക് ജനാധിപത്യം മാറണമെന്നുള്ള വലിയ വാദം മുന്നോട്ട് വെക്കുമ്പോൾ ഇത്തരം ചർച്ചകളും സംവാദങ്ങളും ജനാധിപത്യ മുഖങ്ങളും തുറക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇത്തരം ഒരു വലിയ പ്രോഗ്രാമിൻ്റെ സംഘാടകൻ കൂടിയായി ഇത്ര നേരം നമ്മെ മുന്നോട്ട് നയിച്ച പ്രിയപ്പെട്ട ശശികുമാരേട്ടനെ ഈ പരിപാടിയുടെ ഔദ്യോഗികമായ നന്ദി പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. നമ്മൾ ഇത്ര നേരം ടീച്ചറെ പോലുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നൊരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 3:30 എത്തിയിട്ട് ഒരേ ഇരിപ്പിരിക്കുന്ന ആൾക്കാർ, അതാണ് ആ പരിപാടി. ഇവിടെ പങ്കെടുത്ത ആൾക്കാർ ഒരുപാട് നേരം തുടർച്ചയായിട്ട് 4 മണിയിട്ട് ഒരു മടി കൂടാതെ ഇരുന്നു എന്നുള്ളതാണ്. പലർക്കും ഒരുപാട് കാര്യങ്ങൾ KV ആയിട്ടുള്ളൊരു സംവാദത്തിൽ ഒരുപാട് പേർക്ക് സംസാരിക്കാനും പറയാനും ഓർമ്മിച്ചെടുക്കാനും ചോദിക്കാനൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രമാണ് നമ്മളിത് ഇതാക്കുന്നത്. ഇനി ഇപ്പോൾ തന്നെ പലരും തുടർന്ന് ചോദിക്കാനുണ്ടാവും. കാരണം അത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു ആവശ്യമാണ്. എല്ലാവർക്കും അറിയാം നമുക്ക്. കാരണം അത്രമാത്രം സന്ദേഹങ്ങളും ചോദ്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം അത്രയും വലിയൊരു കാലഘട്ടത്തിലൂടെ കേരളത്തിൽ ജീവിച്ച ഒരാളാണെന്നുള്ള നിലയ്ക്ക്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മളിത് ഈ സെഷൻ്റെ ആദ്യത്തെ പരിപാടിയാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ, കാരണം നേരത്തെ പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയ രംഗത്തുള്ള ആൾക്കാർ സംവദിക്കാൻ എത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് തന്നെ ആൾക്കാരുടെ ബാഹുല്യം ഒരുപാടുണ്ട്. പലരും നമ്മൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ സെഷനിലാണ് ആലോചിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുമ്പോൾ KVയുടെ കൂടെ കൂടുതൽ നേരം നമ്മളെക്കാളൊക്കെ കൂടുതൽ ഇതിൽ KVയെ പറ്റി, KVയുടെ ഉള്ള ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും ഒറ്റവാക്കിൽ നിന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കൽപ്പറ്റ മാഷ്, സാറ ടീച്ചറൊക്കെ വളരെ നേരം 3 മണിക്ക് തന്നെ എത്തിയിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ. അതുപോലെ പലരും, ഞാൻ ഓരോരുത്തരും പേര് പറയാം, VT ബൽറാം, അങ്ങനെ എല്ലാവരും സമയം കളയണില്ല. എല്ലാവർക്കും നന്ദി സമാപിക്കും.